തൃക്കൺ പാർത്താലും അമ്മേ വ്രണിതഹൃദയരാം ഭക്തവൃന്ദങ്ങളൻ പിന്നോക്കീനായി കാത്തുനിൽപ്പൂ തിരുനടയിലില കുമ്പിളിൽ പൂക്കളോടെ മുക്കണ്ണൻ തൻ ഗൃഹസ്ഥേഴലുകള അവിടുന്നാക്കനാഷാഢമേഘം നീക്കും പോലെ മുടിക്കാൻ കനിയുക കുനിയും ശീർഷലക്ഷങ്ങൾ കാൺകേ. ദേവീ ശരണം, അമ്മേ ജഗദംബേ ശരണം. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. അഷ്ടമസ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായം ആദിത്യ ഗതിയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്തതായിട്ട് ചന്ദ്രൻ്റെ ഗതിയെയാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ സാധാരണ ചന്ദ്രൻ്റെ ഗതിയെ ആസ്പദമാക്കിയും സൂര്യൻ്റെ ഗതിയെ ആസ്പദമാക്കിയുമാണ് മാസങ്ങൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റുള്ള പഞ്ചാംഗത്തിൽ വരുന്നതായിട്ടുള്ള എല്ലാം നിർണയിക്കുന്നത്. ഒന്ന് സൂര്യനെ, സൗരപഥം, സൂര്യനെ ആസ്പദമാക്കിക്കൊണ്ടുള്ളത്. മറ്റൊന്ന് സോമപഥം, ചന്ദ്രനെ ആസ്പദമാക്കിക്കൊണ്ടുള്ളത്. ഇങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. ഇത് നമുക്കറിയാം. പല സമയത്തും നമ്മളുടേതായിട്ടുള്ള പല ഹൈന്ദവ വിശേഷങ്ങളും പല സ്ഥലത്തും മാറിയാണ്. നോർത്ത് ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ മാറി അല്ലെങ്കിൽ അതിൻ്റെ സമയങ്ങൾ മാറി ആഘോഷിക്കുന്ന ഇത് നമുക്ക് കാണാൻ കഴിയും. കാരണം അവർക്ക് ഈ അധിമാസം എന്ന് പറഞ്ഞത് നോർത്ത് ഇന്ത്യയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അധിമാസം എന്നുള്ളതില്ല. സൗരയൂഥം, സൗരമാസങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ, അതായത് ഒരു മാസത്തിന് 30-31 ദിവസങ്ങൾ എടുത്തുകൊണ്ട് 365 ദിവസം ആണ് നമ്മൾ കണക്കാക്കുന്നത് ഒരു വർഷം. ഇത് സൂര്യൻ്റെ ഗതിയെ അനുസരിച്ച് നിർണയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ചന്ദ്രഗതിയെ അനുസരിച്ച് ചന്ദ്രായനം എന്ന് പറയും. ആ ഗതിയെ അനുസരിച്ചിട്ടും ഉള്ള പഞ്ചാംഗങ്ങളുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ആ ഗതിയാണ് ആസ്പദമാക്കിയിട്ട് പലതും നടത്തുന്നത്. മാസങ്ങൾ മാറിപ്പോണു. ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിങ്ങമാസം അഷ്ടമി, രോഹിണി, ഭഗവാന്റെ ഗോകുലാഷ്ടമി, ജന്മാഷ്ടമി നമ്മൾ നടത്തുന്ന സമയവും ബാക്കി നോർത്ത് ഇന്ത്യയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും നടത്തുന്നതിലും പലപ്പോഴും വ്യത്യാസങ്ങൾ വരാറുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, ആ മാസങ്ങൾ മാറിപ്പോകണം. ചന്ദ്രമാസത്തിനെ വെച്ച് നോക്കുന്ന സമയത്ത് 27 ദിവസങ്ങളാണ് അവിടെ കണക്കാക്കുന്നത്. 30 ദിവസങ്ങളില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു മാസത്തിൽ 3 ദിവസം കുറയുമ്പോൾ ഒരു വർഷത്തിൽ അല്ലേ 35-36 ദിവസം കുറയണം. അപ്പോൾ അധിക് മാസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മാസം വരുന്നുണ്ട്. അപ്പോൾ 13 മാസം അവർക്ക് വരും. നമുക്ക് ഈ അധിക് മാസം എന്നുള്ള ചിട്ടയില്ല. നമ്മൾ സൂര്യഗമനത്തിനെ വെച്ചുകൊണ്ട് 12 മാസം എന്ന് വെച്ച് നമ്മൾ നടത്തുകയാണ് ചെയ്യണത്. ഇതുകൊണ്ട് തന്നെ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 80 മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയുക, നമ്മൾ ഈ ശതാഭിഷേകം എന്നുള്ളത് 84-ാമത്തെ വയസ്സിലാണ് നമ്മൾ എടുക്കുന്നത്. 1000 ചന്ദ്രനെ കാണുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ലക്ഷ്യം. 1000 ചന്ദ്രനെ കണ്ടവർ എന്നുള്ള നിലയ്ക്ക്
84-ാമത്തെ വയസ്സിലാണ് എടുക്കുന്നത്. അതിന് കാരണം ഒരു മാസത്തിൽ 2 പ്രാവശ്യം ചന്ദ്രനെ കാണുന്നു. അപ്പം അങ്ങനെ നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ 1000 ചന്ദ്രനെ കാണാൻ നമുക്ക് 84 വയസ്സെടുക്കും. അതുകൊണ്ട് നമ്മൾ 84-ാമത്തെ വയസ്സിലാണ് ആഘോഷിക്കുന്നത് 1000 ചന്ദ്രനെ കാണുന്നതായിട്ടുള്ളത്. പക്ഷേ കേരളം വിട്ടിട്ടുള്ള ഭാഗങ്ങളിൽ പല സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ 80 വയസ്സിൽ ഇത് ആഘോഷിക്കുന്നുണ്ട്. 1000 ചന്ദ്രനെ കാണുന്നതായിട്ടുള്ളത് 80 വയസ്സ് മതി, 84 വയസ്സ് വേണ്ട. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രായനം എന്നുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു മാസത്തിൽ 27 ദിവസങ്ങൾ. അപ്പോൾ 2 പ്രാവശ്യം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് 27 ദിവസം വരുന്ന സമയത്ത് അവിടെ കുറഞ്ഞു പോണു 3 ദിവസം. അപ്പം അങ്ങനെ അതിനെ കണക്കാക്കി കഴിയുന്ന സമയത്ത് 80 വയസ്സ് മതി 1000 ചന്ദ്രനെ കാണാൻ. അങ്ങനെ ഒരു ഗണിതത്തിൽ അപ്പം 2ഉം തെറ്റില്ല, 2ഉം ശരിയുമല്ല, 2ഉം ശരി തന്നെ, 2ലും തെറ്റില്ല എന്ന് പറയാം. അതുകൊണ്ട് ശതാഭിഷേകം 80-ാമത്തെ വയസ്സായാൽ 80-ാമത്തെ പിറന്നാൾ ശതാഭിഷേകമായിട്ട് ആഘോഷിക്കാറുണ്ട്. പക്ഷേ കേരളത്തിൽ 84 വയസ്സെടുക്കണം. അപ്പോൾ ഈ 2നും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ആ സൂര്യഗതിയെ വെച്ചുകൊണ്ടെടുക്കുന്ന സമയത്ത് അത്രയും 365 ദിവസം എടുക്കണു. ചന്ദ്രഗതിയെ വെച്ചുകൊണ്ടെടുക്കുന്ന സമയത്ത് കുറവായിട്ട് വരുന്നു. അതാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരാനുള്ള കാരണം. അപ്പോൾ ഈ 2 ഗതികളെയും ആസ്പദമാക്കിയിട്ടാണ് പഞ്ചാംഗങ്ങൾ എഴുതി അതാത് ദേശക്കാർ ഏതിനെയാണോ അനുഗമിക്കുന്നത് അതനുസരിച്ച് പഞ്ചാംഗം ഉണ്ടാക്കുന്നത്, വിശേഷ ദിവസങ്ങളൊക്കെ വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് പല വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം കുറേ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും സന്ദർഭോചിതമായിട്ട് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സൂര്യഗതിയെ, ആദിത്യഗതിയെ പറഞ്ഞതിന് ശേഷം ഇവിടെ നാരായണ ഋഷി അടുത്തതായിട്ട് ആ ചന്ദ്രഗതിയാണ് ഇവിടെ പറഞ്ഞു കൊണ്ടുപോകുന്നത്. അധാത ശ്രൂയതാം ചിത്രം സോമാധീനാം ഗമാധികം ഗത്യാനുസൃത നൃണാം ശുഭാശുഭ നിദർശന. ചന്ദ്രൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ വിചിത്രഗമനസ്ഥാനങ്ങളെ പറ്റി പറയാം. ശ്രദ്ധിച്ച് കേട്ടോളൂ. അവരുടെ ഗതി അനുസരിച്ച് മനുഷ്യർ ശുഭാശുഭങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഞ്ചാംഗങ്ങൾ, ബാക്കി വിശേഷങ്ങൾ ഇതെല്ലാം നിർണയിക്കുന്നത്, തീരുമാനിക്കുന്നത് ഒരു കുലാലചക്രം. അതായത് കുലാലചക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ അതിന് വേണ്ടിയിട്ട് ഒരു ചക്രം ഉണ്ടാവും. ആ ചക്രത്തിനെ വളരെ ഫാസ്റ്റായിട്ട് കറക്കും. എന്നിട്ട് അതിൻ്റെ നടുവിലാണ് കുഴച്ച മണ്ണ് വെച്ചിട്ട് അതിനെ ഷേപ്പ് കൊടുത്ത് പലതരം മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. കുലാലചക്രം എന്ന് പറയും. ആ കുലാലചക്രം ചുറ്റുമ്പോൾ അതിൽ പറ്റിയിരിക്കുന്ന പ്രാണികളും ചുറ്റും ഇല്ലേ. ഇപ്പോൾ ഒരു ചക്രത്തിലിരിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ യന്ത്രയൂഞ്ഞാലയിൽ, ആ യന്ത്രയൂഞ്ഞാലയിൽ ചുറ്റുമ്പോൾ അതിനിരിക്കുന്ന പ്രാണികളെന്ന് പറഞ്ഞാൽ മനുഷ്യരും പ്രാണികൾ തന്നെ, ഈച്ചയും കൊതുകും എന്തൊക്കെയുണ്ടോ അതൊക്കെ അതിൻ്റെ കൂടെ ചുറ്റാൻ ബാധ്യസ്ഥരാണ് അല്ലേ. ഇങ്ങനെ അതിലിരുന്ന് ചുറ്റുന്ന പ്രാണികൾക്ക് മറ്റൊരു ഗതിയും ഉള്ളതായി കാണാം. സ്ഥാനം മാറിയിരിക്കുക, വേണ്ടാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോവുക, ഇറങ്ങി ഓടിപ്പോവുക, പറന്നു പോവുക, അതൊക്കെ ചെയ്യാലോ പ്രാണികൾക്ക്, പറക്കാൻ കഴിയുന്നവർക്ക്. ഈച്ചയൊക്കെയാണ് ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ചുറ്റുന്ന അനുസരിച്ച് അവിടെ ഇരുന്ന് ചുറ്റാം അതിൻ്റെ കൂടെ, ഇല്ലെങ്കിലോ അതിന് പറന്നു പോവാനും കഴിയുമെന്ന് പറയാണ്. അതുപോലെ രാശി സമൂഹങ്ങളോടുകൂടി കാലചക്രം തിരിയുമ്പോൾ മേരുവിനെ പ്രദക്ഷിണം ചെയ്ത് സർവദാ സഞ്ചരിക്കുന്ന സൂര്യൻ തുടങ്ങിയ ഗ്രഹങ്ങൾക്ക് സ്വന്തമായ മറ്റൊരു ഗതിയും ഉണ്ട് എന്ന് കാണാം. നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് അങ്ങനെ രാശി മാറി സഞ്ചരിക്കുകയാണെങ്കിലും 2 ഗതികൾക്കും തമ്മിൽ